everyone, a warm welcome to once. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ MAT 201 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന പേപ്പറിന്റെ മോഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് മോഡ്യൂൾ 1ന്റെ സിലബസ് ഒന്ന് നോക്കാം. അപ്പം മോഡ്യൂൾ 1ന്റെ സിലബസ് ഈ സിലബസിൽ മെയിൻ ആയിട്ട് രണ്ട് ടോപ്പിക്കാണ്: ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സോൾവിങ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും. അതിലെ ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ടെണ്ണം ഉണ്ട്: ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റന്റും ബൈ എലിമിനേഷൻ ഓഫ് ആർബിട്രറി ഫംഗ്ഷനും. നെക്സ്റ്റ്, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സോൾവിങ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മെത്തേഡ്സ്: ആദ്യത്തേത് ബൈ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. നെക്സ്റ്റ്, നമ്മളൊരു സ്പെഷ്യൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നു, അതായത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ. നെക്സ്റ്റ്, അനദർ മെത്തേഡ് ചാർപിറ്റ്സ് മെത്തേഡ്. വൺ മോർ മെത്തേഡ് ഇൻ അവർ സിലബസ്, ദാറ്റ് ഈസ് ബൈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 1ന്റെ സിലബസ്. ഇനി നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലോട്ട് പോകാം. ഇപ്പം നമ്മുടെ മൊഡ്യൂൾ 1ൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമേഷൻ ഓഫ് PDE ബൈ ടു മെത്തേഡ്സ്, ഒന്ന് എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ്, അനദർ ആർബിട്രറി ഫംഗ്ഷൻസ്. ഇവിടുന്ന് ഉറപ്പായിട്ട് 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇതായിരിക്കും എല്ലാ S3 ക്വസ്റ്റ്യൻ്റെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ 3 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ഐദർ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റന്റ് ഓർ ആർബിട്രറി ഫംഗ്ഷൻ, 3 മാർക്സിന്. കൂടാതെ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യനും കാണാറുണ്ട്. ആ 7 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ടാവില്ല. നമ്മുടെ +2 ബേസിക് നോളജ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ റിലേഷൻ മേക്ക് ചെയ്തിട്ട് വേണം യു മേക്ക് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഐദർ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റന്റ് ഓർ ആർബിട്രറി ഫംഗ്ഷൻ. ഇനിയും അടുത്തത് നമ്മുടെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സോൾവിങ് PDE ആണ്. ഇപ്പൊ ഈ 4 മെത്തേഡ്സ് ആണ്: ഡയറക്റ്റ് ഇന്റഗ്രേഷൻ, ലഗ്രാഞ്ചസ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ്, ചാർപിറ്റ്സ് മെത്തേഡ്, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഇതിൽ നിന്ന് സാധാരണയായിട്ട് ഡയറക്റ്റ് ഇന്റഗ്രേഷനിൽ നിന്ന് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ലഗ്രാഞ്ചസ് ഇക്വേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും 7 മാർക്സിന്. അതുപോലെ ചാർപിറ്റ്സിൽ നിന്ന് ഒരു 7 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ നിന്നും ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പൊ ഇതാണ് മോഡ്യൂൾ 1ന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പൊ എല്ലാവരും ഫോർമേഷൻ ഓഫ് PDE ബൈ എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ്, ആർബിട്രറി ഫംഗ്ഷൻസും പഠിക്കുക. അതുപോലെ എല്ലാവരും ലഗ്രാഞ്ചസ്, ചാർപിറ്റ്സ്, വേരിയബിൾ സെപ്പറബിൾ, ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡ് ഇത്രയും പഠിക്കാം. ഇനി നമുക്ക് മോഡ്യൂൾ 2വിലോട്ട് പോകാം. മോഡ്യൂൾ 2വിന്റെ സിലബസ്: ഈ മോഡ്യൂൾ 2വിൽ മെയിൻ ആയിട്ട് 2 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, നെക്സ്റ്റ് വൺ ഈസ് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ. അപ്പൊ നമ്മുടെ സിലബസിൽ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷന്റെ ഡെറിവേഷൻ വേണം, അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം ബൈ മെത്തഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അത് നമ്മൾ മൊഡ്യൂൾ 1ൽ പഠിക്കുന്ന ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക് യൂസ് ചെയ്ത് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുക. അതുപോലെ D'Alembert സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. D'Alembert എന്ന് പറഞ്ഞൊരു മാത്തമെറ്റീഷ്യൻ വേറൊരു മെത്തേഡിൽ ഇതിന് വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ മെത്തേഡും കൂടി നമ്മുടെ സിലബസിലുണ്ട്. നെക്സ്റ്റ്, അപ്പൊ ഇതാണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. കൂടാതെ ഇതിൽ പ്രോബ്ലംസും വരാറുണ്ട്. ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർലി വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ, അതിന്റെ സൊല്യൂഷൻ, പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ഇതാണ് മോഡ്യൂൾ 2വിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. അപ്പൊ മോഡ്യൂൾ 2 മെയിൻ ആയിട്ട് 2 ഇക്വേഷൻ ആണ്: വേവ് ഇക്വേഷൻ, ഹീറ്റ് ഇക്വേഷൻ. നമുക്ക് ആദ്യം വേവ് ഇക്വേഷന്റെ കാര്യങ്ങൾ നോക്കാം. വേവ് ഇക്വേഷന്റെ ഡെറിവേഷൻ ഉണ്ട്. ഈ ഡെറിവേഷൻ 7 മാർക്കിന് ചോദിക്കാറുണ്ട്. സൊല്യൂഷൻ ബൈ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അത് വരികയാണെങ്കിൽ 7 മാർക്കിനാണ്. ഇപ്പോഴും 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വന്നിട്ടില്ല, ഇപ്പം വരാൻ ചാൻസ് ഉണ്ട്. D'Alembert അങ്ങനെ വരാറില്ല. പിന്നെ വേവ് ഇക്വേഷന്റെ പ്രോബ്ലംസ്, അതും 7 മാർക്കിനാണ് വരുന്നത്. നമ്മുടെ മൊഡ്യൂൾ 2വിൽ 7 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ വേവ് ഇക്വേഷനിൽ നിന്നായിരിക്കും വരുന്നത്. ഇനിയും ഈ മൊഡ്യൂൾ 2വിൽ വേവ് ഇക്വേഷനിൽ നിന്ന് 3 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരെണ്ണം നമ്മൾ ഈ ഡെറിവേഷനിൽ 3-4 അസംഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈറ്റ് എനി 3 അസംഷൻസ് ഡ്യൂറിങ് ദ ഡെറിവേഷൻ, യു റൈറ്റ് എനി 3 അസംഷൻസ് വൈൽ ഡിറൈവിംഗ് വേവ് ഇക്വേഷൻ. അങ്ങനെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. പിന്നെ അടുത്ത ചാൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വേവ് ഇക്വേഷനെ ബൈ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പം വി ഗോട്ട് 3 സൊല്യൂഷൻസ്. അപ്പൊ അതൊരു 3 മാർക്സിന് ചോദിക്കാം.
റൈറ്റ് ദ 3 സൊല്യൂഷൻസ് ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഓരോ സൊല്യൂഷൻസ് 1 by 1 ആയിട്ട് എഴുതുക. അപ്പൊ അവിടെ നിന്ന് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ഈ രണ്ട് എണ്ണമാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉള്ള പോസിബിലിറ്റി. അപ്പം ഫ്രീക്വന്റ് ആയിട്ട് ഡെറിവേഷനും പ്രോബ്ലംസും ആണ് വരുന്നത്. പ്രോബ്ലംസ് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രോബ്ലം കാണും. ചിലപ്പോൾ ഒരു പ്രോബ്ലം, ചിലപ്പോൾ 2 പ്രോബ്ലം. ഇനി ഹീറ്റ് ഇക്വേഷൻ. ഈ ഹീറ്റ് ഇക്വേഷനിൽ നിന്ന് 7 മാർക്സിന് 2 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സാധാരണയായി 7 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഡെറിവേഷനിൽ നിന്ന്, സൊല്യൂഷൻ ഓഫ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്, അതിപ്പോൾ അധികം ചോദിക്കുന്നില്ല, പിന്നെ പ്രോബ്ലംസ്. എന്തായാലും പ്രോബ്ലത്തിൽ നിന്ന് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. പിന്നെ നമുക്ക് ഡെറിവേഷനോ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ അതിന്റെ സൊല്യൂഷനോ ചോദിക്കാം. അപ്പൊ ഇതാണ് 7 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഡി-ആലംബർട്ടിൽ നിന്ന് അങ്ങനെ ഇവിടെ ഡി-ആലംബർട്ട്സ് ഇല്ല. ഇനിയും ഹീറ്റ് ഇക്വേഷന്റെ സെക്ഷനിൽ നിന്ന് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ്, നമ്മൾ ഇവിടെ ഡെറിവേഷൻ നടത്തുമ്പം 3-4 അസംഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് 2 അസംഷൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്സിന് വരാം. റൈറ്റ് എനി 2 അസംഷൻസ് ഡ്യൂറിംഗ് ദ ഡെറിവേഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ. ഇനി 3 മാർക്സിന് പോസിബിലിറ്റി ഉള്ളത്, നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ വി ഗോട്ട് 3 സൊല്യൂഷൻസ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, റൈറ്റ് ദ 3 പോസിബിൾ സൊല്യൂഷൻസ് ഓഫ് ഹീറ്റ് ഇക്വേഷൻ ഫോർ 3 മാർക്സ്. ഇനി 3 മാർക്സ് വരുന്നത്, ഞാനിവിടെ പ്രോബ്ലംസ് പറഞ്ഞു. ഈ പ്രോബ്ലത്തിൽ ഒരു ചെറിയ ഒരു ടൈപ്പ് പ്രോബ്ലം ഉണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനിൽ ആ ഹീറ്റ് ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ട്, U = AX + B. അപ്പൊ അതിന്റെ സൊല്യൂഷൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ 3 മാർക്സിന് ചോദിക്കാറുണ്ട്. ഇത്രയുമാണ് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇനി നമുക്ക് മൊഡ്യൂൾ 3 പോകാം. മൊഡ്യൂൾ 3യുടെ സിലബസ് ആദ്യം നോക്കാം. മൊഡ്യൂൾ 3 നമുക്ക് ആദ്യം മെയിൻ ആയിട്ടുള്ളത് അനലിറ്റിക് ഫംഗ്ഷൻ, പിന്നെ ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഡെറിവേറ്റീവ്. അപ്പൊ മെയിൻ ആയിട്ട് അനലിറ്റിക് ഫംഗ്ഷൻ, പിന്നെ ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി. ഇനി ഈ അനലിറ്റിസിറ്റി ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കോഷി-റീമാൻ ഇക്വേഷൻസ് യൂസ് ചെയ്യണം. ഈ കോഷി-റീമാൻ ഇക്വേഷൻസ് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷനും ഹാർമോണിക് ഫംഗ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് ഹാർമോണിക് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ഹാർമോണിക് കോൺജുഗേറ്റ്. ഇതാണ് അപ്പൊ നമ്മുടെ മെയിൻ ടോപ്പിക്സ്, അനലിറ്റിക് ഫംഗ്ഷൻ, ഹാർമോണിക് ഫംഗ്ഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഹാർമോണിക് കോൺജുഗേറ്റ്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺഫോർമൽ മാപ്പിംഗ് ആണ്. കൺഫോർമൽ മാപ്പിംഗിൽ നമ്മുടെ സിലബസിൽ വന്നിരിക്കുന്ന കൺഫോർമൽ മാപ്പിംഗ്സ് ω = Z², ω = e⁻Z, ω = sin Z ആൻഡ് ω = 1/z. ഇത്രയുമാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം അനലിറ്റിക് ഫംഗ്ഷൻ എടുക്കാം. അപ്പൊ ഇവിടെ ഇതിനെ മെയിനായിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: അനലിറ്റിക് ഫംഗ്ഷൻ, ഹാർമോണിക് ഫംഗ്ഷൻ, ട്രാൻസ്ഫർമേഷൻ. അപ്പൊ ഈ മോഡ്യൂളിനെ മെയിൻ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ അനലിറ്റിക് ഫംഗ്ഷനിൽ നമുക്കൊരു ഫംഗ്ഷൻ തരും, അത് അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ചിലപ്പം ഫംഗ്ഷൻസ് എളുപ്പമാണെങ്കിൽ ചിലപ്പോൾ 3 മാർക്സ് ആയിരിക്കും, ചിലപ്പോൾ അത് 7 മാർക്സ് ആയിരിക്കും. യൂഷ്വലായിട്ട് വരുന്നത് sin Z, cos Z, e⁻Z, log Z. ഫംഗ്ഷൻ സ്മോൾ ആണെങ്കിൽ 3 മാർക്സ്, അതർവൈസ് ഇറ്റ് ഈസ് 7 മാർക്സ്. ഇനിയും ഈ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഒരു 4 ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഉണ്ട്. 5 ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 7 മാർക്സിന് കാണാറുണ്ട്. അപ്പോൾ റിസൾട്ട്സ് ഇതൊക്കെയാണ്: അനലിറ്റിക് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ് ഇഫ് ഇറ്റ്സ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്: അനലിറ്റിക് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ് ഇഫ് ഇറ്റ്സ് ഇമാജിനറി പാർട്ട് ഈസ് കോൺസ്റ്റന്റ്. Next one is analytic function is constant if its modulus is constant. Similarly, there is one more result which is analytic function is constant if its argument is constant. ഇനി വേറെ ഒരു റിസൾട്ടും കൂടിയുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഹാർമോണിക് ഫംഗ്ഷൻ. ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ആയിരിക്കും. നമ്മൾ അനലിറ്റിക് ഫംഗ്ഷന്റെ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ F = U + IV. അപ്പൊ F അനലിറ്റിക് ആണെങ്കിൽ ബോത്ത് U and V ആർ ഹാർമോണിക് ഫംഗ്ഷൻസ്. അതാണ് അടുത്ത റിസൾട്ട്. ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ആർ ഹാർമോണിക്. അപ്പൊ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം 7 മാർക്സിന് കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി അടുത്ത ഒരു ടോപ്പിക് ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് FZ. ഇത് ഒക്കേഷനലി ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്സിന് വരാറുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക് ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. ഈ ഹാർമോണിക് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ചെക്ക് വെദർ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഹാർമോണിക് ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോൺജുഗേറ്റ്.
അങ്ങനെ ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ ചിലപ്പം ഡിറ്റർമിനേഷൻ ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ ഐദർ യു ഗിവൺ ഓർ വി ഗിവൺ. അപ്പോഴും നമ്മൾ കോൺജുഗേറ്റ് കണ്ടുപിടിച്ച് U+IV എഴുതുക. പിന്നെ ഈ ഡിറ്റർമിനേഷൻ ഓഫ് എഫിസിന് ഒരു ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, മിൽനി തോംസൺ മെത്തേഡ്. ഏത് മെത്തേഡ് വേണേലും യൂസ് ചെയ്യാം. പക്ഷെ അത് സിലബസിൽ പറയുന്നില്ല, പക്ഷെ മാർക്ക് കിട്ടും. അപ്പൊ ഇനി ഇവിടുത്തെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 3 മാർക്ക് ഇവിടുന്നും 3 മാർക്ക് വരാം. ഈ അനലിറ്റിക് ഫംഗ്ഷനിൽ നിന്ന് 3 മാർക്ക് വരാം. പിന്നെ അനലിറ്റിക് ഫംഗ്ഷൻ ഹാർമോണിക് ഫംഗ്ഷൻ ആണോ എന്നുള്ളതിൽ നിന്ന് 3 മാർക്ക് വരാം. അപ്പൊ എന്തായാലും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഇതാണ്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് ട്രാൻസ്ഫർമേഷൻ ആണ്. ട്രാൻസ്ഫർമേഷന് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ 2 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 2 7 മാർക്ക് ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള മാപ്പിംഗ് ഇത് രണ്ടുമാണ്. ഇത് രണ്ടിൽ നിന്നാണ് 7 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്ത പ്രിഫറൻസ് e⁻Z അപ്പൊ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും 7 മാർക്കിന്റെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ ഈ മോഡ്യൂളിൽ നിന്ന് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്താണ് അനലിറ്റിക് ഫംഗ്ഷൻ, അതല്ലെങ്കിൽ ഇതാണ്ട് ഈ റിസൾട്ടിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നേരത്തെ 22 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. പിന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കേഷണലി ഡിഫറൻഷ്യബിലിറ്റിന്നോ കണ്ടിന്യൂറ്റിന്നോ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. നമുക്കിനി അടുത്ത മൊഡ്യൂൾ 4 പോകാം. മൊഡ്യൂൾ 4ന്റെ സിലബസിൽ ഫസ്റ്റ് ലൈൻ ഇന്റഗ്രൽ ആണ്. നെക്സ്റ്റ് ടോപ്പിക്ക് കോണ്ടൂർ ഇന്റഗ്രൽസ്. ഈ കോണ്ടൂർ ഇന്റഗ്രൽസ് നമ്മൾ മെയിൻ ആയിട്ട് 3 റിസൾട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. കോഷീസ് തിയറം, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്. കൂടാതെ ഇതിൽ 2 സീരീസ് എക്സ്പാൻഷനും കൂടിയുണ്ട്, ടൈലർ സീരീസ് എക്സ്പാൻഷനും മക്ലോറിൻ സീരീസ് എക്സ്പാൻഷനും. ഈ മക്ലോറിൻ സീരീസ് എന്ന് പറയുന്നത് ടൈലർ സീരീസിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് സീരീസ് ആണ്. അപ്പൊ ഇതാണ് ഈ മൊഡ്യൂൾ 4ന്റെ സിലബസ്. ഇനി ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇതിൽ മെയിൻ ആയിട്ട് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ്. അതിൽ ലൈൻ ഇന്റഗ്രലിൽ നിന്ന് 7 മാർക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ചിലപ്പം സർക്കിളിൽ കൂടിയൊക്കെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് 7 മാർക്കിനും 3 മാർക്സിനും വരാറുണ്ട്. എന്തായാലും 7 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ കോണ്ടൂർ ഇന്റഗ്രൽസ്, ദാറ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് ഇന്റഗ്രൽ ഓവർ C, FZ DZ. അപ്പൊ ഈ ടൈപ്പ് ഇവാലുവേഷൻ നമ്മൾ ബേസിക് ആയിട്ട് 3 റിസൾട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ 3 റിസൾട്ട്സ് ഇതൊക്കെയാണ്. അത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഈ മോഡ്യൂളിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ലൈൻ ഇന്റഗ്രൽ, കോണ്ടൂർ ഇന്റഗ്രൽസ്, പിന്നെ ടൈലർ സീരീസ്, മക്ലോറിൻ സീരീസ്. അല്ല, ലൈൻ ഇന്റഗ്രലിൽ നിന്ന് 7 മാർക്ക് ക്വസ്റ്റ്യൻ വരും, ടൈലർ സീരീസിൽ നിന്ന് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ വരും, കോണ്ടൂർ ഇന്റഗ്രൽസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് 7 മാർക്കിന് വരാറുണ്ട്. മക്ലോറിൻ സീരീസിൽ നിന്ന് 3 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഇതാണ് മോഡ്യൂൾ 4ന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പൊ ഇതിൽ കോണ്ടൂർ ഇന്റഗ്രൽസ് ബേസ്ഡ് ഓൺ 3 റിസൾട്ട്സ് ആണ്. ആ റിസൾട്ട്സ് ഇതൊക്കെയാണ്. കോഷീസ് തിയറം, അത് ഇന്റഗ്രൽ ഓവർ C FZ DZ = 0 ആണ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ സിംഗുലർ പോയിന്റ്സ് ഒന്നും സിയുടെ ഇൻസൈഡിൽ കാണരുത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ്സ് ഒന്നും സിയുടെ ഇൻസൈഡിൽ ഇല്ല എങ്കിൽ കോഷീസ് തിയറം വെച്ച് അതിന്റെ ആൻസർ 0 ആണ്. അടുത്ത റിസൾട്ട് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയാണ്. നെക്സ്റ്റ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവിനും കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് തന്നെയാണ് പറയുക. പക്ഷെ 2 റിസൾട്ടും ഡിഫറെന്റ് ആണ്. ഒരു സിംഗുലർ പോയിന്റ് മാത്രം ഇൻസൈഡിൽ വരുമ്പോൾ മാത്രമേ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവും അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിന്റെ പവർ 1 ആണെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, അല്ല പവർ 2, 3, 4 ഹയർ പവേഴ്സ് വരികയാണെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്. അപ്പം ഒരു സിംഗുലർ പോയിന്റ് ഇൻസൈഡിൽ ഉണ്ടെങ്കിൽ ആ സിംഗുലർ പോയിന്റ് ആണ് Z0 ആയിട്ട് ചൂസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇനിയും 1ൽ കൂടുതൽ സിംഗുലർ പോയിന്റ് വരികയാണെങ്കിൽ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുത്ത് ഡിനോമിനേറ്റേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് സ്യൂട്ടബിൾ റിസൾട്ട്സ് അപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൊഡ്യൂൾ 5 നോക്കാം. മൊഡ്യൂൾ 5ന്റെ സിലബസിലെ മെയിൻ ആയിട്ടുള്ളത് ലോറൻ സീരീസ്, പിന്നെ സീറോസ്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ്, പിന്നെ റെസിഡ്യൂ, കോഷീസ് റെസിഡ്യൂ തിയറം. ഇനി ഈ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണം. റിയൽ ഇന്റഗ്രൽസ്, അതായത് ഒന്ന് ഇന്റഗ്രൽ 0 to 2π f of sin θ cos θ d θ.
അടുത്ത ഒരെണ്ണം ഇന്റഗ്രൽ -∞ to fx dx. ഇതാണ് മോഡ്യൂൾ 5ന്റെ സിലബസ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ടോപ്പിക്സ് ഇതാണ്. ലോറൻസ് സീരീസിൽ നിന്ന് 7 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ചിലപ്പം ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് 3 മാർക്സിനും ലോറൻസ് സീരീസിൽ നിന്ന് വരാറുണ്ട്. അടുത്ത മെയിൻ ടോപ്പിക് റെസിഡ്യൂ ഇന്റഗ്രേഷൻ. അത് 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇവാലുവേഷൻ ഓഫ് ഇന്റഗ്രൽ 0 to 2π f of sin theta cos theta, അതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇവാലുവേഷൻ ഓഫ് ഇന്റഗ്രൽ -∞ to fx dx, അവിടെ നിന്ന് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനിയും അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ലോറൻസ് സീരീസ്, റെസിഡ്യൂ ഇന്റഗ്രേഷൻ, ഇവാലുവേഷൻ ഓഫ് ദീസ് 2 types ഓഫ് ഇന്റഗ്രൽസ്. ഇനി ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ്. See, there are 3 types of singularities. ചിലപ്പം 3 different types of singularities എക്സാമ്പിൾസ് 3 മാർക്സ് ചോദിക്കാം. അല്ലെങ്കിൽ ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ് 3 മാർക്സിന് ചോദിക്കാം. ചിലപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് 7 മാർക്കിന് വരാറുണ്ട്. അത് വല്ലപ്പോഴേ വരാറുള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്, സീറോ ഓഫ് എഫ് ഇസഡ്. സീറോ ഓഫ് എഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എഫ് ഇസഡ് ഈക്വൽ ടു 0യെ സോൾവ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് ആണ് സീറോസ് ഓഫ് എഫ് ഇസഡ്. ഇതാണ് മോഡ്യൂൾ 5ന്റെ സ്ട്രക്ചർ. So all good wishes for your examination. Thank you all.